വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കുറച്ച് മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു സ്ത്രീ കഥാപാത്രം പന്ത്യോസ് പീലാത്തോസിന്റെ പ്രിയപത്നി ക്ലോഡിയ. അവർക്കുണ്ടായ ഒരു സ്വപ്നവും അത് സമ്മാനിച്ച ആത്മസംഘർഷവും കൂട്ടിയിണങ്ങി ഒരു യാത്ര. ദി ബുക്ക് ഓഫ് ക്ലോഡിയ. ഭരണാധികാരിയുടെ പ്രിയപത്നിക്ക് സുഖം തന്നെയല്ലേ? ഈ കൊട്ടാരത്തിന്റെ 4 ചുവരുകളുടെ ഏകാന്തതയിൽ കഴിയുന്ന ഒരിക്കൽ ഈ അന്തപുരത്തിന്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മാനുകൾ മെയ്യുന്ന ആ നിശബ്ദ വനത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നു വരുന്നത് കണ്ടു. അവന്റെ അനുയായികളോടൊപ്പം അവർ അവനെ റബ്ബേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്തിന് ഒരു ദിവ്യ തേജസ് ഉണ്ടായിരുന്നു. ഡെലോസിനേക്കാൾ മനോഹരമായ ഈന്തപ്പനകൾ നിറഞ്ഞ ഈ തെരുവുകളിലും ഒലിവുമരങ്ങൾ നിറഞ്ഞ ആ താഴ്വാരങ്ങളിലും അവന്റെ പ്രബോധനങ്ങൾ. എനിക്കറിയാം ഈ യേശുവിനെ. ഇവനെ കുറിച്ച് ഞാൻ വളരെ അധികം കേട്ടിരിക്കുന്നു. എന്റെ സുഹൃത്ത് ജൈറോസിന്റെ മകൻ 12 വയസ്സ് മാത്രം പ്രായമായിരിക്കെ രോഗം മൂർച്ഛിച്ചു. ആ കുഞ്ഞിനോട് ഉണരാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുഞ്ഞ് ഉണർന്നു. ഉറക്കത്തിൽ നിന്നെന്ന പോലെ എന്റെ കൺമുന്നിൽ. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവില്ല ക്ലോഡിയ. എന്നാൽ ഫാൽവിയ, നിനക്കറിയാമോ, നസ്രായന്റെ വിചാരണ ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുകയാണ്. ഇവിടുത്തെ പുരോഹിത കൂട്ടവും ജനങ്ങളും ലൂസിയസിനെ ഈ ക്രൂരതയിലേക്ക് വലിച്ചിടുകയാണ്. സംസാരിച്ച സമയം പോലെ അറിഞ്ഞില്ല ഫാൽവിയ. നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ? വിശ്രമിച്ചോളൂ. ഞാനും ഒന്ന് കിടേ. വല്ലാത്ത ക്ഷീണം. അന്ന് തളർന്നുറങ്ങിയ ക്ലോഡിയ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ അവൾ നിഷ്കളങ്കനായ നസ്രായനെ വെറുതെ വിടണമെന്ന് പീലാത്തോസിനെ കത്തയച്ചറിയിച്ചു. താങ്കളുടെ പ്രിയപത്നിയുടെ കൽപ്പനകൾ കേട്ട് വെറും ഒരു സ്വപ്നത്തിന്റെ പേരിൽ ഇവനെ വെറുതെ വിടാനാണ് ഭാവമെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സീസറിനെയും ഹെറോദസിനെയും ഞങ്ങളെയൊക്കെ വെറുപ്പിച്ച് മുൻപോട്ട് പോയാലുള്ളതിന്റെ ഭവിഷ്യത്ത് താങ്കൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഇതാ മനുഷ്യൻ. നീ ആരാണ്? നീ എന്താണ്? നീ എന്തെങ്കിലും ഒന്ന് പറയൂ. നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? മുകളിൽ നിന്ന് നൽകപ്പെട്ടില്ല എന്റെ മേൽ നിനക്കൊരു അധികാരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നീയാണോ ദൈവപുത്രനായ മെസ്സിഹ? അത് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ഞാൻ ആരെയാണ് നിങ്ങൾക്ക് വിട്ടുതരേണ്ടത്? നിങ്ങൾ കുറ്റക്കാരൻ എന്ന് പറയുന്ന ഈ യേശുവിനെയോ അതോ തടവിൽ കഴിയുന്ന അതിഭീകര കുറ്റവാളി ബറാബാസിനെയോ? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും സന്തതികളുടെ മേലും വീഴട്ടെ.
ഒന്നാം നൂറ്റാണ്ടിലെ ഇരുളടഞ്ഞു പോയ യഹൂദ മനസ്സുകളും തൻ്റെ പ്രിയതമനും അവളുടെ സ്വപ്നത്തിന് വില കൊടുക്കില്ലെന്ന് മനസ്സിലാക്കിയ ക്ലോഡിയ ആ നസ്രായൻ ദൈവപുത്രനാണെന്ന ഉറച്ച വിശ്വാസത്തോടെ അവൻ നിഴലാകാൻ ആഗ്രഹിച്ചു. ക്ലോഡിയ, ലൂസിയസ്, ഈ യൂദയാ നഗരം മുഴുവൻ അവന്റെ കുടുംബമരണത്തിൽ സന്തോഷിക്കുമ്പോൾ ഈ കൊട്ടാരത്തിൽ മാത്രം എന്താണ് പ്രിയേ ഒരു മൂകത? മനസ്സിനുള്ളിൽ ഒരു നെരുപ്പോട് നീറുന്നു ലൂസിയസ്. അവൻ മരിച്ച് 3 ദിനം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും കേവലം ഒരു സ്വപ്നത്തിന്റെ പൊരുൾ തേടി അലയുകയാണോ? കേവലം ഒരു സ്വപ്നം. ആ സ്വപ്നം എനിക്ക് സമ്മാനിച്ച മാനസിക സംഘർഷം എത്ര വലുതാണെന്ന് അങ്ങേക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല ലൂസിയസ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഔദ്യോഗിക തീരുമാനങ്ങളിൽ വൈകാരികതയ്ക്ക് സ്ഥാനമില്ല പ്രിയേ. ഈ വിചാരണ കഴിഞ്ഞതോടുകൂടി ഞാൻ സീസറിന്റെയും ഹെറോദേസിന്റെയും പ്രിയ സുഹൃത്തായി മാറിയിരിക്കുന്നു. എന്റെ ഭരണജീവിതത്തിലെ മറ്റൊരു നാഴികക്കൽ. ഭരണതന്ത്രങ്ങളും ശൈലികളും എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, അവന്റെ രക്തത്തിന് വേണ്ടി നിലവിളിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ അതിന് മൂകസാക്ഷിയായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവന്റെ അണ്ണുകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നോക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല ലൂസിയസ്. കാരണം ഞാനൊരു അമ്മയാണ്. ക്ലോഡിയ, എപ്പോഴൊക്കെയോ എനിക്കും തോന്നിയിരുന്നു അവൻ ആണെന്ന്. പക്ഷേ അവനെ മോചിപ്പിച്ചാൽ ഞാൻ സീസറിന്റെയും ഹെറോദേസിന്റെയും പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെയും ശത്രുവായി മാറും. അത് നിന്റെയും എന്റെയും നാശത്തിന്റെ തുടക്കവും. ഓ, ആരാണ് ഈ അസമയത്ത്? കടന്നു വരൂ. കൊർണേലിയസ്, നീ വളരെ പരവശനായിരിക്കുന്നുവല്ലോ. ഹരിതാത്തെന്തോ സംഭവിച്ചിരിക്കുന്നു ഗവർണർ. ആ നസ്രായന്റെ കല്ലറ ഇപ്പോൾ ശൂന്യമാണ്. അവൻ മരണത്തിൽ നിന്ന് വീഴ്ന്നെഴുന്നേറ്റുവെന്നാണ് ജനങ്ങളെല്ലാവരും പറയുന്നത്. നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ക്ലോഡിയ, ഇപ്പോഴെനിക്ക് തോന്നുന്നു അവൻ ദൈവപുത്രനാണെന്ന്. അവൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ മരണത്തിന് ശേഷമുള്ള അടയാളങ്ങളും അതിനുള്ള ഉത്തരമാകാം. ലൂസിയസ്, ഈ കഴിഞ്ഞ സംഭവങ്ങളൊക്കെയും ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ആ നീതിമാന്റെ കുരിശിന് മുകളിൽ യൂതന്മാരുടെ രാജാവായ നസ്രായനായ യേശു എന്ന് എഴുതാൻ അങ്ങ് കാരണമാവില്ലല്ലോ. നിന്നെ ഒന്ന് കേൾക്കാണ്ടിരിക്കും. എത്ര കൈ കഴിയാനും ഈ എന്നെ പിന്തുടരും. ദൈവപുത്രനെ കൊലയ്ക്ക് കൊടുത്ത ഞാൻ മനുഷ്യരാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. ക്ലോഡിയ, ഭീരുവാണ് ഞാൻ. വെറും ഒരു ഭീരു. സാധ്യതകളൊന്നും ഇനിയും മാഞ്ഞു പോകുന്നില്ല ലൂസിയസ്. ഉലയുന്ന അങ്ങയുടെ മനസ്സിന് അവൻ, ആ ദൈവപുത്രൻ, ആ നസ്രായന്റെ നിഴൽ വീണ പാതയിലൂടെ നമുക്കും അവനെ പിന്തുടരാം. അവന്റെ നിടം വീണ മുൾച്ചെടികളൊക്കെയും ഇപ്പോൾ സൗരഭ്യമുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവാം. അവന്റെ സൗരഭ്യം, പ്രത്യാശയുടെ സൗരഭ്യം. ക്ലോഡിയ പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നു. അവൾ ഇന്ന് ഇതര ക്രിസ്തീയ സഭകളിൽ വിശുദ്ധയുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലും അനുദിന ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലും പുരുഷന് കരുത്തും ക്രൂശിതർക്ക് താങ്ങുമായി നിൽക്കുന്ന സ്ത്രീകൾക്കായി ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്നു. That was team G97.